തിരിഞ്ഞു നോക്കുമ്പോൾ ചലഞ്ച് ചെയ്ത ജീവിതത്തെ വഴി മാറ്റി വിട്ട ബിക്കോസ് ഓഫ് 1 or 2 people അവർ ഹോൾ ലൈഫ് വുഡ് ഹാവ് ചേഞ്ച്, അങ്ങനെ 1 or 2 ആരെങ്കിലും? ഏറ്റവും ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്ത് എന്റെ ഫാദറാ. എന്റെ ഫാദർ വാട്ട് ഹി ഡിഡ് വാസ്, ഞാൻ ഫ്രം വെൻ ഐ വാസ് യങ് 4 കാര്യത്തിന് എന്തോ വേണമെങ്കിലും he could always give you the best place to sleep. 5-star hotels തരും. Best food that you can ever have, you can give. പഠിക്കാനായിട്ട് whatever you actually decide, whether you want to study in Harvard or whether you want to study in Trivandrum, that is totally your choice. I'll give you any money. കളിക്കാനായിട്ട്, but no pocket money. ഇപ്പൊ 1 രൂപയില്ല. ഞാനാണെങ്കിൽ സ്കൂളിലോ കോളേജിൽ പോകുമ്പോൾ ഐ ഡോണ്ട് ഹാവ് 1 rupee. ഐ വിൽ ബി ഗോയിങ് ഇൻ എ ബെൻസ് കാർ, പക്ഷെ 1 രൂപയില്ല പോക്കറ്റില്. അപ്പൊ മറ്റേവരെല്ലാം ഒരു ചായയോ കാപ്പിയോ കുടിക്കുമ്പോൾ ഐ കനോട്ട് ഡ്രിങ്ക്. ഈ 4 കാര്യത്തിന് ഐ ക്യാൻ ഹാവ് എനി എമൗണ്ട് ഓഫ് മണി. അപ്പൊ ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്താ ഒരു സാധാരണ കുട്ടിയെ പോലെ ആവാത്തത്. സാധാരണ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു 10 രൂപ 20 രൂപയുണ്ട്. അവർക്ക് എപ്പോഴും ഒരു മുട്ടായിയും ഒരു ചായയും മേടിക്കാനായിട്ടുള്ള പൈസയുണ്ട്. അവര് വൈകുന്നേരം ചിലപ്പോൾ പോയി തട്ടുദോശ പോയി കഴിക്കും. എനിക്ക് ഐ ഡിഡ്ന്റ് ഹാവ് ദി ഓപ്ഷൻ ടു ഗോ ടു തട്ടുദോശ, നോട്ട് ബിക്കോസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു, ഐ ഡിഡ്ന്റ് ഹാവ് ദ മണി. അപ്പൊ അവരോട് ഷെയർ ചെയ്യാനായിട്ട് ഒന്നുമില്ല. he said that when you make money you can actually spend. അപ്പൊ ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച്. അപ്പൊ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന ഏറ്റവും നല്ല ക്ലാസ്സിൽ, പക്ഷെ അവിടെ ചെല്ലുമ്പം യു ഡോണ്ട് ഹാവ് എനി എന്റർടൈൻമെന്റ് മണി. എനിത്തിങ് ടു ഡു വിത്ത് ബിസിനസ് യു ക്യാൻ ഹാവ്. അപ്പൊ that became an experience for me to start. And even ഞാൻ എന്റെ പൈസ ഉണ്ടാക്കുമ്പോഴും ഐ ഡോണ്ട് നോർമലി സ്പെൻഡ്. ഇപ്പം ഞാൻ ഡ്രിങ്ക് ചെയ്യത്തില്ല, ഞാൻ സ്മോക്ക് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഹോൾ തിങ് ഓഫ്. ആദ്യമേ എനിക്ക് പൈസ ഇല്ലായിരുന്നു, ഇപ്പൊ എനിക്ക് ആ പൈസയുടെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് ഐ ഡോണ്ട് ഡു ഇറ്റ്. സോ ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ഹൗ ഹി ആക്ച്വലി ചാലഞ്ച്ഡ് മീ. ഇപ്പൊ കുറെ പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ കൂടെ വഴക്കൂടുമായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞടാ, ഞാൻ ഭയങ്കര പുവറായിട്ട് ഒരാളാ. ഞാൻ എനിക്ക് റോഡിൽ പോയിരുന്ന പഠിച്ചത്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ കയറിയത് തന്നെ വാസ് വെരി ബിഗ് ഭാഗ്യം. എന്റെ അങ്കിള് പൈസ തന്നിട്ടാ പോയത്. എനിക്ക് ഇത് തരാൻ പറ്റാത്തയല്ല, പക്ഷെ യു ഷുഡ് ഓൾസോ വെൻ യു മേക്ക് മണി യു ഡു വാട്ട് എവർ. യു ആർ എ വെരി റിച്ച് ബോയ് ബൈ ഷിയർ. എന്റെ മകനായിട്ട് യു ആർ വെരി റിച്ച്. ഈ പൈസ സേവ് ചെയ്യുന്നതെല്ലാം നിനക്കാ കിട്ടാൻ പോകുന്നത്, അല്ലാതെ വേറെ ആയിരിക്കും. ഇപ്പൊ ഞങ്ങളൊരു ഫാൻ അണയ്ക്കാതെയോ ലൈറ്റ് അണയ്ക്കാതെ പോയാൽ അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ബിക്കോസ് യു ആർ ലൂസിങ് ദറ്റ് ഹോൾ മണി ഹോൾ കോൺസെപ്റ്റ് എപ്പോഴും പോകുന്നത്. അത് ഈസ് എ ഫിലോസഫി ദറ്റ് ഐ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് മനസ്സിലാക്കിയതോ അതോ പിന്നെ ഈവൻ ഞാനാണെങ്കിൽ ഗുരുകുലത്ത് പോയപ്പം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫിലോസഫി ഉണ്ടായിരുന്നു. ദാറ്റ് ഒരു വലിയൊരു എനർജി, ഇപ്പൊ ഒരു 100 കിലോ എനർജി നമ്മളുടെ എഗൻസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അതിന്റെ എഗൻസ്റ്റ് നിൽക്കല്ല. നമുക്കാണെങ്കിൽ ചിലപ്പോൾ 95 kilos ആയിരിക്കും നമ്മളെ സ്ട്രെങ്ത്, പക്ഷെ നമ്മളെ തോപ്പിക്കും. ദ ഓൺലി തിങ് ദറ്റ് യു ക്യാൻ ഡു ഇസ് അത് അവോയ്ഡ് ചെയ്ത് അത് എയ്ഡ് ചെയ്യാം, അത് അങ്ങോട്ട് പോകാനായിട്ട്. ദറ്റ് ഇസ് ഓൾ. അത് ആദ്യമേയായിട്ട് ഞാൻ കേട്ടപ്പം എനിക്കത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്. നമ്മളെല്ലാരും ഈ കരാട്ടെ, ഈ ബ്രൂസ്ലി എല്ലാം കാണുമ്പോൾ ഫൈറ്റ് കോൺഫിഡൻസ്, ഇതെല്ലാം വാസ് അവോയ്ഡിങ് taking the other person's energy and using it in your favor. അപ്പൊ ഞാൻ പറഞ്ഞ സദാം ഹുസൈന്റെ ആള് വന്നപ്പോഴും അയാളുടെ എനർജി ആയിരുന്നു ഐ വാസ് യൂസിങ് ഫോർ ഹിം ടു ഫോൾ ഡൗൺ. അയാളുടെ വെയിറ്റും ഹൈറ്റും എല്ലാം. ഒരാൾ ടോൾ ആയി കഴിഞ്ഞാൽ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലോ താഴെ അയാളുടെ വീക്കസ്റ്റ് പോയിന്റ്. ഈ ഇത് ഈവൻ ഇൻ ബിസിനസ് ദാറ്റ് നമ്മൾ റിലേറ്റീവ്ലി സ്മോളർ ബിസിനസ് ആണെങ്കിലും യു ക്യാൻ യൂസ്. ഈ വലിയ ബിസിനസ്സിനെല്ലാം വലിയ പ്രോബ്ലം ടു മൂവ് വെരി ഫാസ്റ്റ്. പക്ഷേ എ സ്മോളർ ബിസിനസ് ക്യാൻ ആക്ച്വലി മൂവ്. അവരുടെ വീക്ക്നെസ്സസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് മേക്കിംഗ് മണി ഓൺ ദാറ്റ് ഇഫ് ദാറ്റ് ഇസ് യുവർ ഇൻട്രസ്റ്റ്. മാർക്കറ്റ് ഷെയർ വൈഡൻ ചെയ്യാം. അവർക്ക് അഡ്വാൻറ്റേജസ് ഇല്ല എന്നല്ല, നമുക്കും we can also have equivalent amount of advantages like what they are having. എപ്പോഴെങ്കിലും ഇതേപോലെ അങ്ങനെ ഒരു പക്ഷേ ഞങ്ങളൊക്കെ MBA സ്കൂൾസിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അവിടെ ഒരു പ്രൊഫസർ പറയുന്ന ഒരു ഷാർപ്നെസ്സോടുകൂടി അങ്ങ് പറയുന്നത്. അപ്പം ഈ ദൈവം എന്ന കുറെ മെറ്റഫിസിക്കലിലേക്ക് വന്നാൽ ദൈവത്തെ കാണുകയാണ് ശ്രീ രാജ്മോഹൻ പിള്ള എങ്കിൽ എന്തായിരിക്കും? വാട്ട് വുഡ് ബി യുവർ റിയാക്ഷൻ ആൻഡ് വാട്ട് വുഡ് യു ലൈക്ക് ടു ആസ്ക് ടു ഹിം? I am sitting with Devam.
ഓരോ I'm വ്യക്തികളുടെ already ദൈവം. saying, I believe that എല്ലാം ദൈവമാണ്. I don't believe ദൈവം എന്ന് പറഞ്ഞൊരു പുതിയൊരു അത്ഭുതം വരും. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ബിക്കോസ് എല്ലാ ദിവസവും നമ്മൾ ഇഫ് യു വോണ്ട് ടു സീ സൺ ആൻഡ് സേ ദാറ്റ് ഇസ് ദൈവം, ഇറ്റ് ഇസ് ദൈവം. പക്ഷേ രാഹുൽ ഇവിടെ ഇരിക്കുന്ന ഈസ് ഫോർ മീ an അത്ഭുതം. ബിക്കോസ് രാഹുലിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഹൗ കുഡ് യു ഹാവ് അച്ചീവ്ഡ് സോ മച്ച്? ആൻഡ് അതൊരു godliness ആണ്. അല്ലെങ്കിൽ അത് ഇഫ് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്, ഐ തിങ്ക് ഇറ്റ് ഇസ് റോങ്. എല്ലാത്തിലും സക്സസ് മാത്രമല്ല, വെദർ ഇറ്റ് ഇസ് ഫെയിലിയേഴ്സ് ഇല്ല. എനിക്ക് ഐ കാണ്ട് ഇമാജിൻ നമ്മളുടെ ഈ മെറ്റീരിയൽ വേൾഡില് ഐ വിൽ എവർ സീ സംതിങ് എൽസ് വിച്ച് ഇസ് മോർ അത്ഭുതം. നമ്മൾ പലപ്പോഴും ഇത്തരം ആൾക്കാരുടെ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന് ഉത്തരങ്ങളാ തേടുന്നത്. ഇനി അവസാന ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ, അങ്ങേക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഞങ്ങളുമായി പങ്കുവെക്കാമോ? പലപ്പോഴും നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം, പക്ഷെ നമുക്ക് അങ്ങയുടെ ഈ വൈഡ് എക്സ്പീരിയൻസിൽ, ബിസിനസ് ആകട്ടെ, ലോകയാത്രകളാകട്ടെ, അങ്ങേക്ക് ഉത്തരം കിട്ടാത്ത, അങ്ങേക്കൊരു മിസ്റ്ററി ആയി തോന്നിയ, ദിസ് ക്വസ്റ്റ്യൻ നീഡ്സ് ആൻ ആൻസർ എന്ന് തോന്നിയ ഏതെങ്കിലും വിച്ച് യു ആർ ക്ലൂലെസ് ഓർ ആൻസർലെസ്, അങ്ങനെ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ വിത്ത് us? എന്റെ ഏറ്റവും വലിയ മിസ്റ്ററി ഈസ് വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ. ഇറ്റ് യൂസ് ടു ബി എ മിസ്റ്ററി. ഇന്ന് ഐ എം ട്രൈങ് ടു ലിവ് ഇൻ ദ പ്രസന്റ്. ഇറ്റ് യൂസ് ടു ബി സംതിങ് ദാറ്റ് റിയലി ചലഞ്ച് മീ. എന്റെ 20s-ലും 30s-ലും 40s-ലും എന്തോ പറ്റും നാളെ, എന്തോ പറ്റും ഇത് ചെയ്ത, എന്തോ പറ്റുമെന്ന്. ഇപ്പം ഐ ഹാവ് സ്റ്റാർട്ടഡ് ബീയിങ് മച്ച് മോർ പേഷ്യന്റ് to believe that I do not have an answer. Nobody has an answer. ഇതെല്ലാം നമ്മൾ astrologersന്റെ അടുത്തോ ഇവരുടെ അടുത്തെല്ലാം പോവാം എന്നല്ലാതെ they might put directions towards that indication. പിന്നെയും it is as difficult to understand അവരുടെ direction in your present living, because നമുക്കൊരു കാര്യം പറ്റുമ്പം it is all important to me. ഇപ്പം million in one എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ആ ഇതില് ഐ ആം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ടുഡേ ദ പ്രസന്റ് ഇസ് ദി ഫ്യൂച്ചർ ഫോർ മീ, which will be added up. I have no idea what will actually happen. Now, we thought we are having to have a question and answer session with a businessman, but I think it's more of a philosopher, a spiritual yoga അടക്കല്ലേ. അത്ര ഒരു അങ്ങയുടെ അപ്പാരൽസ് അടക്കമുള്ള സ്പോർട്സ് അടക്കമുള്ള കാര്യങ്ങൾ, യോഗ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഈ പണ്ട് നമ്മൾ ഫിലോസഫർ കിങ് എന്നൊക്കെ പറയുമായിരുന്നു, അതേപോലെ ഒരു ഫിലോസഫർ ബിസിനസ്മാൻ ആയി, ഒരു സ്പിരിച്വൽ ബിസിനസ്മാൻ ആയി, may you achieve great heights and have peace with life. Thank you, sir. Thank you so much. Thank you.